നമസ്കാരം. നെടുമങ്ങാട് ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിനോട് ആ കുഞ്ഞിൻ്റെ അമ്മയും ആ കുഞ്ഞിൻ്റെ അമ്മയുടെ പങ്കാളി എന്ന് ഒരു വിഭാഗവും രണ്ടാം ഭർത്താവെന്ന് മറ്റൊരു വിഭാഗവും പറയുന്ന അഷ്കർ എന്ന ഒരു ക്രിമിനലും ചെയ്ത ക്രൂരതയും ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായ സംഭവവും ഇതിനോടകം പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഈ വിഷയത്തെ പരാമർശിക്കാതെ സാമൂഹ്യ മാധ്യമങ്ങളിലോ മുഖ്യധാരാ മാധ്യമങ്ങളിലോ ഒരു വാർത്ത പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയിട്ടില്ല. തത്വമയി ന്യൂസും ആ വിഷയത്തിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെയുള്ള വാർത്തകൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചിരുന്നു. പക്ഷേ ആ വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകണമെന്നുള്ളൊരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. കാരണം അത് ഈ അഷ്കർ എന്ന ഒരു ജിഹാദി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു കൊടും ക്രിമിനലിൻ്റെ ക്രൂരകൃത്യം കൊണ്ട് മാത്രമല്ല, ഇത്തരം ക്രൂരകൃത്യങ്ങളോട് സമൂഹത്തിൻ്റെ ഒരു സമീപനമുണ്ടല്ലോ, കേരള സമൂഹത്തിൻ്റെ ഒരു സമീപനം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഈ കഴിഞ്ഞ ദിവസം അതിന് ആ ചിന്തയിലേക്ക് എന്നെ നയിച്ചത് ഈ അഷ്കർ എന്ന ക്രിമിനലിനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ആ പ്രദേശത്തെ പൊതുജനം പെരുമാറിയ രീതിയും, അതിന് മുൻപ് അഷ്കറിൻ്റെ വണ്ടി അടിച്ചു തകർത്തു, അഷ്കറിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, അടി കൊടുത്തു, കല്ലെറിഞ്ഞു, കൂകി വിളിച്ചു, ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം അവിടെ നടന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇത്തരത്തിലൊരു ചിന്തയിലേക്ക് എന്നെ നയിച്ചത്. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളും ഒരു ജനരോഷം എന്നുള്ള ഭാവത്തിലുള്ള ഈ ഒരു ആക്രമണങ്ങളുണ്ടല്ലോ, അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നല്ല, പ്രത്യേകിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ ഒരു കാലത്ത്. കാരണം ഇതെല്ലാം റീൽസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രദർശനപരതയോടു കൂടിയുള്ള വികാര വിക്ഷോഭങ്ങളാണ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ പറയുവാനുള്ള കാരണം, തെറ്റിദ്ധരിക്കട്ട, ഒരു സമൂഹത്തെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുകയാണ് എന്ന് കരുതരുത്. കാരണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആക്ഷേപിക്കുകയാണ്, അങ്ങനെ കരുതേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെയാണ്. കാരണം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ഒരു സമൂഹം ഇന്ന് റീൽസിൻ്റെയും ഷോർട്സിൻ്റെയും പുറകെ പോയി അതിന് വേണ്ടിയിട്ട് മാത്രം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ എനിക്ക് എത്ര ലൈക്ക് കിട്ടും, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എത്ര ലൈക്ക് കിട്ടും എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് നമ്മുടെ ഓരോ ചിന്തകളും എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ അഷ്കറിൻ്റെ നേരെയുള്ള ആക്രമണം. അങ്ങനെ പറയുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ വികാരവിക്ഷോഭമുണ്ടാകുന്ന ഒരു സമൂഹം ഈ അഷ്കർ എന്ന കൊടും ക്രിമിനലിൻ്റെ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ഈ അഷ്കറിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ അവർ എത്രത്തോളം ഷണ്ടവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഇതിന് മുൻപ്, ഈ അഷ്കറിനെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവരുന്നതിന് മുൻപ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം ഈ അഷ്കർ എന്ന കൊടും ക്രിമിനൽ അയാളുടെ ആദ്യ ഭാര്യയെ ചുവരിൽ തലയിടിച്ച് ഏതാണ്ടൊരു കോമാവസ്ഥയിലേക്ക് തള്ളിവിടുകയും അവരുടെ ആരോഗ്യം പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഈ കേസിനെ സംബന്ധിച്ച് ഇതിൽ ആ സമൂഹത്തെ പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം. ഇപ്പോൾ അഷ്കറിനെ വിമർശിച്ച് മുന്നോട്ട് വരുന്ന ആദ്യ ഭാര്യയുടെ കുടുംബത്തെയും ഇതിൽ സംശയത്തോടു കൂടി തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലൊരു കൊടും ക്രിമിനൽ തങ്ങളുടെ മകളോട്, അതും അവർക്ക് ഇപ്പോൾ പറയുന്നതനുസരിച്ച് അവർക്ക് ആ വിവാഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഈ അഷ്കർ എന്ന് പറയുന്ന ക്രിമിനൽ ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു. എന്നിട്ട് പോലും ഇത്തരത്തിലൊരു ക്രൂരതയ്ക്ക് വിധേയമാക്കിയതിനു ശേഷവും അവർ കൃത്യമായ പരാതികൾ നൽകുകയോ അല്ലെങ്കിൽ പരാതി നൽകിയതിന് ശേഷം ആ കേസിൻ്റെ പിന്നാലെ പോവുകയോ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അവരുടെ ഭാഗത്ത് ഒരു ന്യായം നമുക്ക് പറയാവുന്നത് ഭയം കൊണ്ടായിരിക്കും. കാരണം ഇത്തരമൊരു ക്രിമിനലിനെ ഒരു പരിധിക്ക് മുകളിൽ പിന്തുടരാനുള്ള ഒരു പക്ഷേ സ്വാധീനം അവർക്കില്ലായിരിക്കാം, അതിൽ അവർക്കൊരു ഇളവ് നൽകാം. പക്ഷേ ഈ ചുറ്റുവട്ടത്ത് ഇപ്പോൾ വികാരവിക്ഷോഭത്തോടു കൂടി പ്രതികരിക്കുന്ന ഈ ഒരു സമൂഹമുണ്ടല്ലോ, അവരാരും ഈ ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള കുറ്റവാളി സ്വഭാവം മനസ്സിലാക്കിയില്ല, അതിനെതിരെ ഇതിനു മുൻപ് പ്രതികരിച്ചില്ല എന്ന് പറയുന്നത്, അതിലൊരാൾ പോലും പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് വിശ്വസനീയമേ അല്ല. ഒന്നെങ്കിൽ ആ ക്രിമിനലിനോടുള്ള ഭയം കാരണം മിണ്ടാതിരുന്നു. ഇപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ കൈവിലങ്ങണിഞ്ഞ് ആ കുറ്റവാളി മുൻപിൽ വന്നപ്പോൾ വികാരവിക്ഷോഭം കാണിച്ച് റീൽസ് ഇട്ട് ഞാൻ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അത് റീൽസ് ഇടുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ്. കാരണം അത്തരത്തിലുള്ള ഷണ്ടവൽക്കരിക്കപ്പെട്ട വരിയുടയ്ക്കപ്പെട്ട ഒരു സമൂഹം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനലുകളുടെ പ്രോത്സാഹനമായി മാത്രമേ ആത്യന്തികമായി ഭവിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വിസ്മരിച്ച് പോകരുത്. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ സമൂഹം എന്ന് പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ പറയുന്നു, നിങ്ങളെയും എന്നെയും ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. കാരണം പലപ്പോഴും എനിക്കിതിൽ എന്ത് കാര്യം എന്നുള്ള തോന്നലാണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ കണ്ണിൽ പെട്ടാലോ ചെവിയിൽ കേട്ടാലോ ആദ്യം നമ്മുടെ മനസ്സിൽ വരിക. അങ്ങനെയാണ് നമ്മുടെ മനസ്സുകൾ പാകപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പാകപ്പെട്ടു പോയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വളർത്തുന്നത് സമൂഹം തന്നെയാണ്. കാരണം ക്രിമിനൽ വാസന എന്നുള്ളത് ഒരു മനുഷ്യന് പലതരത്തിലുണ്ടാകാം.
ജന്മനാ ക്രിമിനലുകളായവരുണ്ട്, കുറ്റവാളികൾ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിനുള്ള വാസനകൾ ഉള്ളിൽ വളർന്നു വരുന്നവരുണ്ട്. ഈ അഷ്കർ എന്നുള്ള ഈ കുറ്റവാളി, പേരുള്ള ഈ കുറ്റവാളി ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത കാണുമ്പോൾ ആത്യന്തികമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജന്മനാ കുറ്റകൃത്യങ്ങളുടെ വാസന ഉള്ളിലുള്ള ഒരു മാനസിക രോഗി എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു നിയമപരമായ ഇളവിന് വേണ്ടിയിട്ടുള്ളൊരു മാനസിക രോഗാരോപണമായി കാണരുത്. മാനസികമായി പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കുതിര വട്ടത്തോ ഉളംപറയിലോ കൊണ്ടിടേണ്ട മാനസിക രോഗിയല്ല, കൃത്യമായി തൂക്കിക്കൊല്ലേണ്ട ഒരു മാനസിക രോഗിയാണ്. ആ മാനസിക രോഗി ആയ ഒരു ക്രിമിനൽ, ഒരു കുറ്റവാളി ഒരു സമൂഹത്തിൽ ഇത്രയും കാലം സ്വതന്ത്രനായി വിഹരിച്ചത് നിരവധി കേസുകളുണ്ടെന്ന് പറയുന്നു. മുൻപും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ആ കുട്ടിയുടെ അമ്മ ആ കുഞ്ഞിനെ ക്രൂരമായി പെരുമാറുന്ന തൻ്റെ പങ്കാളിയോ അല്ലെങ്കിൽ രണ്ടാം ഭർത്താവോ ആരോ ആയിക്കോട്ടെ, അയാളുടെ ഈ പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുകയോ നിശബ്ദമായി നോക്കി നിൽക്കുകയോ ചെയ്തു എന്ന് ആ പെൺകുട്ടിയുടെ കുടുംബം തന്നെ, ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ കുടുംബം തന്നെ ഇപ്പോൾ പറയുന്നു. അവരും നിശബ്ദരായിരുന്നു. കാരണം പലതവണ ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു, പക്ഷെ അവർ കൊടുത്തില്ല. എന്നിട്ട് അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കാൻ പോലും ശ്രമിച്ചു എന്നുള്ളൊരു രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന്, കുഞ്ഞിൻ്റെ മരണപ്പെട്ട ആ പാവം കുഞ്ഞിൻ്റെ അമ്മയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നുണ്ട്. അവർ പോലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി ഇക്കാര്യത്തിൽ കൈക്കൊണ്ടില്ല. കാരണം അവരുടെ കൊച്ചുമകൻ ആയിരിക്കണമല്ലോ ഈ കുഞ്ഞ്, ബന്ധം പറയുമ്പോൾ ആയിരിക്കണമല്ലോ എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം, അവർ ഈ നിയമപരമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ആ കുഞ്ഞിന്ന് സമൂഹത്തിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഈ കുറ്റവാളി നേരത്തെ തന്നെ ഏതെങ്കിലും ഒരു കേസിൽ ആരെങ്കിലും ശക്തമായ നിയമ നടപടികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേരത്തെ ഉന്നയിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നിയമ നടപടി ഉണ്ടാകുവാനുള്ളൊരു സാധ്യതയെങ്കിലും തുറന്നു കിട്ടിയേനെ. ഈ വികാര വിക്ഷോഭത്തോടു കൂടിയുള്ള ഒരു പ്രതികരണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, അതിനൊരു 2 ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഗോവിന്ദച്ചാമിയുടെ വിഷയം വൈകാരികമായാണ് കേരള സമൂഹം മുഴുവനായി പ്രതികരിച്ചത്. ആ വൈകാരികമായിട്ടുള്ള പ്രതികരണത്തിൻ്റെ അനന്തരഫലമായിട്ട് തന്നെയാണ് ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കപ്പെട്ടത്. കാരണം വൈകാരികമായിട്ടാണ് വിചാരണ കോടതികളെല്ലാം ഇതിനെ കൈകാര്യം ചെയ്തത്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോലും കൈകാര്യം ചെയ്തത് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം ശ്രദ്ധിക്കാതെ പോയി. ഒരു ദൃക്സാക്ഷിയുടെ വിവരം, ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു, ഗോവിന്ദച്ചാമി മനഃപൂർവ്വം സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെ ഇടുന്നത് കണ്ട ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു എന്ന് ആദ്യം 2-3 വരികളിൽ എഴുതി ചേർത്ത പ്രശ്നമാണ് ആ ദൃക്സാക്ഷിയെ ഹാജരാക്കാൻ പറ്റാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ മനഃപൂർവ്വമായി തള്ളിയിട്ട് കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗോവിന്ദച്ചാമി സൗമ്യയോട് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് തെളിയിക്കാൻ സാധിക്കാതെ പോയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തമാക്കി അയാളുടെ ശിക്ഷ കുറച്ചത്. വൈകാരികമായിട്ടുള്ള പ്രതികരണത്തിൻ്റെ ഒരു പ്രശ്നം അവിടെയാണ്. രണ്ടാമത്തെ ഉദാഹരണം മധുവിൻ്റെ കൊലക്കേസ്. 1-ാം പ്രതി മേച്ചേരി ഹുസൈനെ വെറുതെ വിട്ടു. ആദ്യത്തെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഞാൻ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തോട് പൂർണ്ണമായിട്ടും അവർ വൈകാരികമായി മധുവിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് ഈ വൈകാരികതയെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ മറ്റെന്തെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മധുവിൻ്റെ കുടുംബം ഇപ്പോൾ അത് പറയുന്നുണ്ട്. കാരണം അതിലേക്ക് വരാം. ഈ വൈകാരികമായിട്ടാണ് അവർ ഇതിനെ കൈകാര്യം ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് 1-ാം പ്രതിയായി മേച്ചേരി ഹുസൈനെ പ്രതി ചേർത്തപ്പോൾ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ അവർക്ക് ഹാജരാക്കുവാൻ സാധിച്ചില്ല? കാരണം ഈ മധുവിൻ്റെ കൊലപാതകത്തിന് മുൻപുണ്ടായിട്ടുള്ള ക്രൂരമായ മർദ്ദനങ്ങളും അതിൽ അവരാസ്വദിക്കുന്നതും, കെട്ടിയിട്ട മധുവിൻ്റെ നിസ്സഹായാവസ്ഥ പ്രതികൾ ആസ്വദിക്കുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ ക്രൂരന്മാർ തന്നെ, ഈ നീചന്മാർ തന്നെ പ്രചരിപ്പിച്ചതാണ്. എന്തുകൊണ്ട് ഈ മേച്ചേരി ഹുസൈൻ പ്രതിയായിരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ പ്രതിയായിരുന്നെങ്കിൽ, കാരണം ഇപ്പോൾ ഹൈക്കോടതിയും അയാളെ വെറുതെ വിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അയാളെ കുറ്റവാളി എന്ന് വിളിക്കുക നിയമപരമായി സാധ്യമല്ല. അതുകൊണ്ടാണ് കുറ്റവാളി ആയിരുന്നെങ്കിലെന്ന് ഞാൻ പറയുന്നു. ആയിരുന്നെങ്കിൽ പ്രോസിക്യൂഷനോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കോ അയാൾക്കെതിരെയുള്ള കൃത്യമായ തെളിവുകൾ ഹാജരാക്കുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു സാധ്യത ഉള്ളത് ഈ വൈകാരികമായ സമീപനമാണ്. മറ്റൊരു സാധ്യത സ്വാധീനത്തിൽ വഴങ്ങി അല്ലെങ്കിൽ സ്വാധീനത്തിന് വഴിപ്പെട്ട് അവർ അത്തരത്തിലുള്ള നടപടികൾ എടുത്തു എന്നുള്ളതാണ്. സ്വാധീനത്തിന് വഴിപ്പെട്ടു എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്ന തരത്തിൽ മധുവിൻ്റെ സഹോദരി ഈ അടുത്തിടയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മേച്ചേരി ഹുസൈനെ വെറുതെ വിട്ടതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ പാടില്ല എന്ന് നിർബന്ധിച്ച് അവരുടെ മേൽ ശക്തമായ സമ്മർദ്ദങ്ങളുണ്ട് എന്ന്.
ആരാണ് ഈ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നത്? ഒരുപക്ഷെ അവർ മുഖ്യമന്ത്രി വി ഡി സതീശനെ ഇനി ഉടനെ തന്നെ കാണുന്നുണ്ട് അറിയുവാൻ കഴിയുന്നു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർ മുഖ്യമന്ത്രിയുമായി പങ്കുവയ്ക്കുകയും മുഖ്യമന്ത്രി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആ സമ്മർദ്ദം ചെലുത്തുന്നവരുടെ മേൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചുമത്തുകയോ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ എടുക്കുവാൻ നിർദ്ദേശിക്കുകയോ ചെയ്തേക്കാം. അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ തുറന്നു കിടപ്പുണ്ട്. നമ്മുടെ വിഷയം വൈകാരികമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രതികരണം കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ പ്രദർശനപരമായിട്ടുള്ളൊരു വൈകാരികതയുണ്ടല്ലോ, അത് കൂടുതൽ പ്രശ്നമാണ്. കാരണം ഈ റീൽസ് എടുത്ത് പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള പ്രദർശനപരതയോടുകൂടിയുള്ള വൈകാരിക വിക്ഷോഭമേ പ്രശ്നമായി ഭവിക്കുമ്പോൾ പ്രദർശനപരതയോടുകൂടിയുള്ള വൈകാരിക വിക്ഷോഭം ഒരു പരിധിക്ക് മേൽ കുറ്റവാളികളെ മാത്രമേ സഹായിക്കുവാൻ ഉപകരിക്കുകയുള്ളൂ. അതാണ് ഇപ്പോൾ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അഷ്കറെ പോലുള്ള കുറ്റവാളികൾ തീർച്ചയായും യാതൊരു തരത്തിലും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു നിമിഷം പോലും നടമാടുവാൻ യോഗ്യരല്ല. പക്ഷേ ആ കുറ്റവാളിയെ ഇത്രയും കാലം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നടമാടുവാൻ വിട്ടത് പൊതുസമൂഹത്തിൻ്റെ വരിയുടയ്ക്കപ്പെട്ട ഒരു മനോഭാവമാണ്. എനിക്കിതിലെന്ത് കാര്യം, ഇനി നമ്മളതിൽ തലയിട്ടിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട, അത് അവർ തമ്മിലുള്ള പ്രശ്നം. കാരണം ഇത്രയും വലിയൊരു ക്രിമിനൽ, ഒരു കുറ്റവാളി നമ്മുടെ അയൽപക്കത്ത് താമസിക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു സൂചന നമുക്ക് ലഭിച്ചില്ല എന്നാണ് നാം വാദത്തിന് വേണ്ടി പറയുന്നതെങ്കിൽ നാം ഒരു സാമൂഹ്യ ജീവിയെ അല്ല. പ്രബുദ്ധ മലയാളി എന്ന് അതിൻ്റെ എല്ലാ പരിഹാസ അർത്ഥങ്ങളോടും കൂടി നാം നെറ്റിയിൽ എഴുതി ഒട്ടിക്കേണ്ട കാലമായിരിക്കുന്നു. അതുമാത്രമേ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനുള്ളൂ. ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരുപാടുണ്ടാകുമെന്നറിയാം. അതും പങ്കുവയ്ക്കുക. കാരണം ഈ വൈകാരികത ഏതെങ്കിലും ഒരു തരത്തിൽ കുറച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായിട്ട്, ഒരു ഡിസ്പാഷനേറ്റായിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയും കുറ്റവാളിയെയും സമീപിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളോട് പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. ഇത്തരത്തിലുള്ള കുറ്റവാളികളെ സമൂഹത്തിൽ നിന്ന് എത്രയും വേഗം, എത്രയും അധികം കുറ്റവാളികളെ മാറ്റി നിർത്തുവാൻ കഴിയുന്നു അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം വളരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.